ശ്രീ റോണി കെ ബേബി, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. ആ ഇടത് ഒരു തരി പോലും ഇല്ലാതെ അവശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയത്. ഇന്ത്യ മുന്നണി തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവിടെ രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം മറ്റ് കക്ഷികൾ എടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരത് പവാർ അത്തരത്തിലൊരു നിലപാടെടുത്തു, മമതാ ബാനർജി നിലപാടെടുത്തു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയുന്നത് അപ്രസക്തമാകുകയാണ്. ഒപ്പം തന്നെ ഇനി അവിടെ CPM-ന്റെ ആവശ്യമുണ്ടോ? ഇടതില്ലെങ്കിലും ഇന്ത്യ ഉണ്ടാകും, ഇന്ത്യ മുന്നണി ഉണ്ടാകും, അടുത്തൊരു സംശയം വേണ്ട. ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അത് അതിന്റെ ആത്യന്തികമായ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദികൾ CPM തന്നെയാണ്. ഇനിയും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി, ഇനിയും ഇന്ത്യയിലെ രണ്ടു തരം രാഷ്ട്രീയമേ ഉള്ളൂ. ഒന്ന് BJP RSS രാഷ്ട്രീയവും, രണ്ട് BJP RSS വിരുദ്ധ രാഷ്ട്രീയവും. ഈ BJP RSS വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഇനി CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല. ഞാൻ അങ്ങനെ ഇടതുപക്ഷത്തെ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയ CPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. 62-ലെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന CPM-ന്റെ മുന്നിൽ മുട്ടുവിറക്കില്ലേ CPI-ക്ക്? ഒന്നുമല്ല, അത് ബ്രൂവറി വിഷയത്തിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ അത്. അതിനകത്ത് ആത്യന്തികമായി വരാൻ പോകുന്നത് അറിയോ? CPI-യും ഇടതുമുന്നണി വിട്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് രൂപകൊള്ളുകയാണ്. കാരണം CPI-ക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയും? ഇതുപോലെ തീവ്ര വലതുപക്ഷ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന, BJP-ക്ക് പരസ്യമായി ഓശാന പാടുന്ന, BJP രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന, ഇനി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയിലെ CPM BJP മുന്നണിയുടെ ഭാഗമായി തന്നെ മാറാൻ പോവുക. ഇപ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന CPI പോലെ എന്തുകൊണ്ടാണ് CPM ഇന്ത്യയിൽ തകർന്നത്? ഒരു സംശയം വേണ്ട. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56 MP-മാരുണ്ടായിരുന്ന ഇടതുപക്ഷം 2009-ൽ വന്നപ്പോൾ വെറും 12-ലേക്ക് ചുരുങ്ങിയത് എന്തുകൊണ്ട്? കാരണം കോൺഗ്രസിനെതിരെ ആണവ കരാർ വിഷയത്തിൽ ഈ പറയുന്ന വിശ്വാസ പ്രമേയത്തിനൊപ്പം BJP-യുമായി ചേർന്ന് വോട്ട് ചെയ്തു. ആ ഒരൊറ്റ വിഷയമാണ് ഇന്ത്യയിൽ CPM-ന്റെ തകർച്ചയിലേക്ക്, പതനത്തിലേക്ക്. അതിനുശേഷം ഇന്ത്യയിൽ CPM-ന് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഈ പറഞ്ഞ പ്രകാശ് കാരാട്ടിനെ പോലുള്ള ആളുകളാണ്. ഇവരാണ് ഈ പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് പിടിവാശിയായിരുന്നു. ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം, അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യണം, ഇന്ത്യ അമേരിക്ക ആണവ കരാർ വിഷയത്തിൽ വോട്ട് ചെയ്യണം. അതാണ് ഈ പാർട്ടിയുടെ ആത്യന്തികമായ നാശത്തിലേക്ക്. ഇപ്പോൾ എന്താ ആ പറയുന്ന 4 MP-മാർ, അതിൽ 3 MP-മാര് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ച് ജയിച്ചവരാ. തമിഴ്നാട്ടിലെ 2 പേരും, രാജസ്ഥാനിലെ ഒരാളും. പിന്നെ ശരിക്കും പറഞ്ഞാൽ കനൽ ഒരു തരി എന്ന് പറയാൻ കേരളത്തിലുള്ള ഒരേ ഒരു MP മാത്രം CPM-ന്റെ അകത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ CPM പ്രസക്തമായി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പിന്നെ ഫാസിസം വന്നിട്ടില്ല, ഫാസിസം ഇന്ത്യയിൽ ഇല്ല, ഇത് CPM-ന് എങ്ങനെ പിന്നെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും? കാരണം അതാണ് ഈ പാർട്ടിയുടെ ആ പ്രത്യയശാസ്ത്ര പാത്രത്വം. ഞാൻ അത് തന്നെയാണ് ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഫാസിസം വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ജർമ്മനിയിൽ യഹൂദന്മാരെ കൊന്നു ഒതുക്കിയതുപോലത്തെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യയിലും ഫാസിസം വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം മെയിൻ കോംഫ എന്ന് പറയുന്ന ആ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് തനിപ്പടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണല്ലോ കഴിഞ്ഞ 10 കൊല്ലമായി. ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൊല ചെയ്യപ്പെടുന്നു, അവർ വേട്ടയാടപ്പെടുന്നു എന്നുള്ള പ്രചാരണമാണല്ലോ ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അതുപോലെ സംഭവിച്ചോ? ഇവിടെ വളരെ കൃത്യമായി പറയട്ടെ, എന്താണ് ഫാസിസം? എനിക്കൊരു 2 മിനിറ്റ് മാത്രം എന്താ ഫാസിസം എന്ന് പറഞ്ഞാൽ ബാക്കി പ്രതിനിധികളിലേക്ക് കൂടി പോകണം. 30 സെക്കൻഡ്. ഈ ഫാസിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? 1 തീവ്ര ദേശീയത, തീവ്ര മുതലാളിത്തം, 3 സാംസ്കാരിക ദേശീയത, 4 ജനാധിപത്യ. നമ്മളെല്ലാം ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരല്ലേ? നമ്മൾ ഭാരതീയരല്ലേ? അപ്പോൾ തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആ ദേശീയത പോലും നിങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുകയാണ്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അല്ല, ദേശീയതയെ കുറിച്ചുള്ള 2 കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസും ഈ പറയുന്ന BJP-യും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. BJP-യുടെ ദേശീയതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല ഞങ്ങൾ ദേശീയതയുടെ കാഴ്ചപ്പാട്. 30-60 വർഷം ഈ രാജ്യം മുന്നോട്ട് പോയത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ദേശീയത അതിന് ഘടകവിരുദ്ധമാണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ദേശീയത, ഇവിടെ എന്ന് പറയുന്ന വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇവിടുത്തെ പിന്നെ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളൊരു ഏകശിലാത്മകമായ ദേശീയത, മതാധിഷ്ഠിത രാഷ്ട്രീയം ഒരു ഭാഷയിൽ അടിസ്ഥാനമാക്കി ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇവിടെ CPM-ന്റെ രാഷ്ട്രീയം ഇല്ലാതായാലും നാളെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട്. ദളിതരുടെ, പിന്നോക്കക്കാരുടെ, ഒരു ഭാഷയെ അടിസ്ഥാനമാക്കി എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ? ഒരു ഭാഷയെ അടിസ്ഥാനമാക്കി ഇവിടെ എന്താണ് നടത്താൻ പോകുന്നത്? ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കുന്നതല്ലേ ഒരു രാഷ്ട്രം, ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെ ഒരു രാഷ്ട്രം ഒരു മതം. BJP RSS അല്ല, അങ്ങനെ ഭാഷാ തീവ്രവാദം വളർത്തുന്നത് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൽ പെരുന്ന DMK ആണ്. ഏറ്റവും ഒടുവിൽ DMK-യുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതല്ലേ? അല്ല, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ രാജ്യത്ത് ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെന്നെ എതിർക്കും. ഞങ്ങൾ എന്തുകൊണ്ട് UGC റെഗുലേഷൻ ഞങ്ങൾ എതിർക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ എതിർക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ സംവിധാനത്തെ എതിർക്കുന്നു. ഒരു രാജ്യം ഒരു നിയമം എന്ന് പറയുന്നത് സംവിധാനത്തെ എതിർക്കുന്നു. കാരണം എന്താ, നിങ്ങൾ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത്, BJP-ോടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ദേശീയതയാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ദേശീയത. അതുകൊണ്ടാണ് നാളുകളിൽ കോൺഗ്രസിന്റെ ഉണ്ടാവും. കാരണം RSS-ന്റെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ RSS ഇവിടെ എത്ര കാലമുണ്ടോ അത്രയും കാലം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും ഒരു പ്രസക്തിയുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന ആശയത്തിന് എതിരാണ് നിങ്ങളുടെ ആശയം. പക്ഷെ അതിനിടെ ചെയ്യുന്ന CPM-നെ പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാകും. അല്ല, BJP-യെയും RSS-നെയും ഏറ്റവും കൂടുതൽ തുറന്നെടുത്ത CPM അത്തരത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാസിസവും ഇല്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് ആ ഒരു മുദ്രാവാക്യവുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്.